സോ ഗൈസ്, ഇതിനു മുമ്പേ നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കുറച്ച് നോർമൽ ലാപ്ടോപ്സിനെ കുറിച്ചാണ്. 25,000 റേഞ്ചിൽ നിന്ന് 50-60,000 റേഞ്ചിൽ വരുന്ന നോർമൽ ലാപ്ടോപ്സ് ഒക്കെയായിരുന്നു ഞാൻ റെക്കമെൻഡ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടി ഹൈ ആൻഡ് ഹെവി ടാസ്കിനെ റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. സോ മോസ്റ്റ്ലി ഗെയിമിംഗ്, എഡിറ്റിംഗ്, റെൻഡറിംഗ്, 3D റിലേറ്റഡ് വർക്ക്സ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഗെയിമിംഗ് ലാപ്ടോപ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, പ്രൈസസ് ചിലപ്പോൾ വേരി ചെയ്യും. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആൻഡ് ഓൾസോ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് ചിലപ്പോൾ പ്രൈസസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്സിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. സോ നിങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് ഓൺലൈൻ ഓഫ്ലൈൻ പല വെബ്സൈറ്റ്സും ലോക്കൽ മാർക്കറ്റ്സിലെയും പ്രൈസസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം വാങ്ങേണ്ടത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം പറയാനുള്ളത്, ഗെയിമിംഗ് ലാപ്ടോപ്സ് എന്ന് പറയുമ്പോൾ വെറും ഗെയിമിംഗ് മാത്രമാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഗെയിമിംഗ് ലാപ്ടോപ്സ് എഡിറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യാം. എഡിറ്റിംഗിന് വേണ്ടി പെർഫെക്റ്റ് ആണ്. റെൻഡറിംഗ് വർക്ക്സിന് പെർഫെക്റ്റ് ആണ്. കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് ലാപ്ടോപ്സ് ആണെങ്കിൽ ലൂമിയോൺ പോലത്തെ ഹെവി സോഫ്റ്റ്വെയർസ്, ഹെവി റെൻഡറിംഗ് കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യാം. ഡിസൈനിങ്, കണ്ടന്റ് ക്രിയേഷൻ, ഹെവി ആയിട്ടുള്ള ആർക്കിടെക്ചറൽ റിലേറ്റഡ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നവർക്ക് ആൻഡ് ഒബ്വിയസ്ലി ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിങ്ങിന് വേണ്ടി പെർഫെക്റ്റ് ആണ് ഗെയിമിംഗ് ലാപ്ടോപ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചെറിയൊരു മിസ്കൺസെപ്ഷൻ ഇൻ കേസ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലിയർ ചെയ്യുക. ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒരു നോർമൽ ലാപ്ടോപ്പായിട്ടും യൂസ് ചെയ്യാം, നോർമൽ വർക്ക്സിനും യൂസ് ചെയ്യാം. എഡിറ്റിംഗിന് വേണ്ടി സ്പെഷ്യലി നല്ലതാണ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ബിക്കോസ് ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാകുന്നതായിരിക്കും. ഗെയിമിംഗ് ലാപ്ടോപ്സിലെ പ്രോസസർ നോക്കുവാണെങ്കിലും ഡിഫറെൻ്റ് ആണ്. മോസ്റ്റ്ലി വരുന്നത് H സീരീസിലുള്ളതായിരിക്കും. സോ കുറച്ചുകൂടി ഹൈ ക്ലോക്ക് സ്പീഡ്സ് ആൻഡ് TDP വാല്യൂ കൂടുതലുള്ളതാണ് ഗെയിമിംഗ് ലാപ്ടോപ്സിൽ വരുന്ന പ്രോസസേഴ്സ്. സോ അതുകൊണ്ട് തന്നെ കോർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്കിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഗെയിമിംഗ് ലാപ്ടോപ്സ്. ഓക്കെ, സോ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ഞാൻ പറയുന്നത് MSI GF65 Thin 2021 എഡിഷൻ ആണ്. ഇത് ബൈ ഫാർ ഇപ്പോഴത്തെ കറന്റ് പ്രൈസിംഗ്, പെർഫോമൻസ്, സ്പെക്സ് വൈസ് നോക്കുവാണെങ്കിൽ ദി ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇതിന്റെ ബേസിക് സ്പെക്സ് നോക്കുവാണെങ്കിൽ ഇന്റൽ ഹെക്സാകോർ പ്രോസസർ 10500H 2.5 to 4.5 GHz ഉള്ളത്, 16 GB റാം ആണ് വരുന്നത്, 512 GB SSD സ്റ്റോറേജ്, NVIDIA RTX 3060 ഗ്രാഫിക്സ് കാർഡ്, 15.6 ഇഞ്ചിന്റെ IPS 144Hz ഡിസ്പ്ലേയും, അതും 90 to 92,000 റേഞ്ചിൽ. ഇതുപോലെ അളിയാ, ഒന്നും പറയാനില്ല ഗൈസ്. പ്രൈസ് വൈസ്, സ്പെക്സ് വൈസ് നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ലാപ്ടോപ്പ് ആണ്. ഈ വീഡിയോ ആക്ച്വലി ചെയ്യുന്ന സമയത്ത് 89,000 ഉള്ളായിരുന്നുള്ളൂ ഇതിന്റെ പ്രൈസ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 92,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ 92,000 റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 കോഴ്സ് ഉള്ള പ്രോസസർ, RTX 3060, 144Hz റിഫ്രഷ് റേറ്റ് ഉള്ള പാനൽ, 16 GB റാം, വേണേ 32 വരെ അപ്ഗ്രേഡും ചെയ്യാം. സോ ഓവറോൾ 90,000 ആ റേഞ്ച് എന്ന് പറയുമ്പോൾ ഈവൻ ഒരു നല്ലൊരു ഹൈ ആൻഡ് ഗെയിമിംഗ് PC ഇതേ സെയിം സ്പെക്സ് നോക്കുവാണെങ്കിൽ ഏകദേശം 1.25 lakhs മേലെയാകും കറന്റ് പ്രൈസിംഗിൽ. ഇനി ഇത്രയും ഇതിനെക്കുറിച്ച് പൊക്കി പറഞ്ഞു, എന്നാൽ ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. ഇതിന്റെ പ്രൈസ് ഇത്രയും കുറയാൻ കാരണം ഇതിൽ യൂസ് ചെയ്തേക്കുന്ന RTX 3060 ഗ്രാഫിക്സ് കാർഡിന്റെ വേരിയന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം RTX 3000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ലൈനപ്പ് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ വേരിയന്റ്സ് അവൈലബിൾ ആണ്. 60 watts TDP മുതൽ ഐ തിങ്ക് 120 watts TDP ഉള്ള മോഡൽസ് അവൈലബിൾ ആണ്. സോ കമ്പനീസിന് ചൂസ് ചെയ്യാം ഏത് വോട്ടേജ് ഉള്ള അല്ലെങ്കിൽ എത്ര വാട്ട്സ് ഉള്ള ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യാമെന്ന്. സോ ബഡ്ജറ്റ് സീരീസിൽ വരുന്ന ലാപ്ടോപ്സ് എല്ലാം കുറച്ച് ലോവർ TDP വേർഷൻ ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കുറച്ച് ഹയർ ടയർ അല്ലെങ്കിൽ ഹൈ ബഡ്ജറ്റിലുള്ള ലാപ്ടോപ്സ് നോക്കുവാണെങ്കിൽ ഹൈ TDP വാല്യൂ ഉള്ള ഗ്രാഫിക്സ് കാർഡ്സ് ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയും ബോട്ടം സൈഡ്സിലൊക്കെ വെൻസ്, ഇഷ്ടംപോലെ വെൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഹീറ്റിങ്ങിൻ്റെയും വലിയ ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സോ ഇതാണ് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ്. ഗെയിമിംഗ് ഒബ്വിയസ്ലി അടിപൊളിയായിരിക്കും, എഡിറ്റിംഗ് ഓക്കെയാണ്, റെൻഡറിംഗ് വർക്ക്സിനും ഓക്കെയാണ്. സോ ഹെവി ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഈ 89,000-90,000 റേഞ്ചിൽ ഒരു ലാപ്ടോപ്പ് കുറച്ച് ഹെവി ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ലാപ്ടോപ്പ് തന്നെയാണ്. പിന്നെ MSIയുടെ സർവീസിനെ കുറിച്ച് പല മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. പലരും പറയുന്നത് നാട്ടിൽ സർവീസ് ഇല്ല എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ അവരുടെ ഓൺലൈൻ വെബ്സൈറ്റ്സിൽ ലാപ്ടോപ്പിന്റെ കാറ്റഗറിയിൽ പോയി സർവീസ് സെന്ററിന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പം കൊച്ചിയിൽ അവൈലബിൾ ആണ്, ട്രിവാൻഡ്രം അവൈലബിൾ ആണ്, കോട്ടയം അവൈലബിൾ ആണ്, തൃശ്ശൂർ അവൈലബിൾ ആണ്. സോ ഐ തിങ്ക് സർവീസ് സെന്റേഴ്സ് ആൻഡ് കാര്യങ്ങൾ ഇഷ്ടംപോലെ MSIയുടെ ലാപ്ടോപ്പ് കാറ്റഗറിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് MSI വെബ്സൈറ്റ് കയറി ഏരിയ, നിങ്ങളുടെ അടുത്തുള്ള ഏരിയ ഏതാണോ അതനുസരിച്ച് സർവീസ് സെന്റർ ഏതാണോ അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് എല്ലാം ഉണ്ട്, വിളിച്ചു ചോദിക്കാം ലാപ്ടോപ്സിന്റെ വാറന്റി, സർവീസും കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് വേണേൽ എടുക്കാം. ഇനി സിമിലർ പ്രൈസ് റേഞ്ചിൽ ഒരു റൈസൺ ബേസ്ഡ് നോക്കുന്നുണ്ട്. സിമിലർ
പ്രൈസ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടും, 10,000 റുപ്പീസ് കൂടുതലാണ് റൈസന്റെ പ്രൈസ്. പക്ഷേ അതിലെ സ്റ്റോറേജ് ഓപ്റ്റിമൈസേഷൻസ് കുറച്ച് ഡിഫറെന്റ് ആണ്. സോ റൈസൻ ബേസ്ഡ് ഞാൻ പറയുന്നത് Acer Nitro 5 ആണ്. 99,000 റുപ്പീസ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. 256 GB NVMe SSD, 1 TB ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഓൾസോ ഗ്രാഫിക്സ് കാർഡ് ഇതിലും RTX 3060 ആണ്. സെയിം 15.6 ഇഞ്ചിന്റെ 144 ഹെർട്സിന്റെ ആണ് ഡിസ്പ്ലേ ഇതിലും വരുന്നത്. സോ ഇൻ കേസ് റൈസൻ ബേസ്ഡ് ആണ് നോക്കുന്നതെങ്കിൽ 10,000 റുപ്പീസ് എക്സ്ട്രാ ആകും, 5600H ബേസ്ഡ്. സോ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, RTX 3050 ബേസ്ഡ് ലാപ്ടോപ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. സോ 3050 സ്ട്രേറ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എടുക്കേണ്ട. പ്രൈസും സ്പെക്സും പെർഫോമൻസ് വൈസ് ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും വർത്ത് അല്ല പ്രൈസിങ് നോക്കുവാണെങ്കിൽ. കാരണം പ്രൈസസ് കൂടുതലാണ് ഇപ്പം. ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിംഗ് ബേസ് മോഡൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ 80,000 to 90,000 റേഞ്ചിലാണ് സ്റ്റാർട്ട് ആകുന്നത്. അധികം ലാപ്ടോപ്സും വന്നിട്ടില്ല. സോ ഇനി ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ ലാപ്ടോപ്സ് വരണം. പ്രൈസസ് കുറച്ച് കുറഞ്ഞാലേ ഇത് നമുക്ക് എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കറന്റ് 8 GB റാം ഉള്ള RTX 3050 ലാപ്ടോപ്പ് Acer Nitroയുടെ നോക്കുവാണെങ്കിൽ 80,000 ആണ് പ്രൈസ്. സോ 80,000 3050യും 8 GB റാം ഉള്ളതും വാങ്ങുന്നതിന് നല്ലത് ഫസ്റ്റ് പറഞ്ഞ MSI ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും. സിമിലർലി ഇതേ സെയിം സ്പെക്സ് Asusന്റെ ലാപ്ടോപ്സ് നോക്കുവാണെങ്കിൽ സ്ട്രിക്സ് മോഡൽ 90,000 റുപ്പീസ് ആണ്. ആൻഡ് ഇൻ കേസ് ഈ 80,000 അല്ലെങ്കിൽ 90,000 മുടക്കാതെ ഒരു 74,000 തന്നെ ഓൾമോസ്റ്റ് സിമിലർ സ്പെക്സ് ഉള്ള ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിലും വേറൊരു MSIയുടെ മോഡൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. MSI GF65 Thin തന്നെയാണ് ഇതും, ബട്ട് 1660 Ti വേരിയന്റ്. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ RTX 3050 ഏകദേശം 1660 Tiയും RTX 2060 ഇടയ്ക്കാണ് വരുന്നത്. പെർഫോമൻസ് ലെവൽ നോക്കുവാണെങ്കിൽ 74,000 റുപ്പീസിന് തന്നെ കുറച്ചുകൂടെ ബെറ്റർ സ്പെക്സും ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസും കിട്ടുന്ന ലാപ്ടോപ്പാണ് MSIയുടെ GF65 Thin 1660 Ti വേരിയന്റ് ഉള്ളത്. സോ ഇതിലും Core i5 10th ജനറേഷൻ 6 കോർ പ്രോസസർ, 16 GB റാം, 512 GB SSD, Windows 10 Home, 6 GB 1660 Ti ഗ്രാഫിക്സ് കാർഡ്, 144 Hz ഡിസ്പ്ലേ ഉള്ള പാനലാണ് ഇതിലും വരുന്നത്. ആൻഡ് ഇൻ കേസ് നിങ്ങൾ റേ ട്രേസിംഗ് ബേസ്ഡ് ഗെയിംസ് ആണ് കളിക്കുന്നതെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല, RTX സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് ഉള്ള ലാപ്ടോപ്സ് തന്നെ നോക്കണം. പക്ഷേ സിമിലർ ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ ഗെയിമിംഗ്, എഡിറ്റിംഗ് ആൻഡ് മറ്റ് ടാസ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1660 Ti ബേസ്ഡ് എടുക്കാവുന്നതാണ്. എഡിറ്റിംഗ് നല്ലതായിരിക്കും, 74,000 റേഞ്ചിൽ ബെസ്റ്റ് ആയിരിക്കും എഡിറ്റിംഗും കാര്യങ്ങൾക്ക് വേണ്ടി. കാരണം എഡിറ്റിംഗിന് 6 കോർ മെയിൻ പ്രോസസ്സറാണ്, അതിൻ്റെ കൂടെ നല്ല ഗ്രാഫിക്സ് കാർഡും കിട്ടുന്നുണ്ട്. 16 GB റാം ആണ്, SSD സ്റ്റോറേജ് ആണ്. സോ എഡിറ്റിംഗിനൊക്കെ ഒരു കുഴപ്പമില്ലാത്ത നല്ല ലാപ്ടോപ്പാണിത്. നെക്സ്റ്റ് ഇതിലും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഇതിലും പവർഫുൾ സൈഡിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ Acer Predator Helios 300 ആണ് പറയാനുള്ളത്. പ്രൈസിങ് അപ്രോക്സിമേറ്റ്ലി 1.16 lakhs, 1.14 to 1.16 ഈ റേഞ്ച് ആണ് വരുന്നത്. സോ ഇതിൽ നമുക്ക് പ്രോസസറിലാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. പ്രോസസർ ഒക്ടകോർ പ്രോസസറാണ്, ഇന്റലിന്റെ i7 വേരിയന്റ് ആണ് ഇതിൽ വരുന്നത്, 10780H. 16 GB റാം, 256 GB NVMe SSD, 1 TB നോർമൽ ഹാർഡ് ഡിസ്ക്, RTX 3060 ഗ്രാഫിക്സ് കാർഡാണ്, 300 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്, കളർ ഗാമറ്റും കാര്യങ്ങളും എല്ലാം ഇതിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണ്. ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 144 ഹെർട്സിന്റെ ആണ് പാനൽ. സോ ഹൈ എൻഡ് എഡിറ്റിംഗ് വേണ്ടി ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിംഗ്, കണ്ടന്റ് ക്രിയേഷൻ ഇതുപോലത്തെ വർക്ക്സിന് ഈ ഒരു റേഞ്ചിൽ പെർഫെക്റ്റ് ആണ്. ഇത് ഒരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് ഗെയിംസ് ഒക്കെ എല്ലാം ഓൾമോസ്റ്റ് നല്ലപോലെ കളിക്കാൻ പറ്റും. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, RTX 3060യുടെ വേരിയന്റിനെ കുറിച്ച്. സോ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന കുറച്ചുകൂടെ ഹയർ TDP ഉള്ളതാണ്. ഐ തിങ്ക് 110 വാട്ട്സിന്റെ 120 വാട്ട്സിന്റെ എന്തോ ആണ്. സോ അതുകൊണ്ടാണ് പ്രൈസ് കുറച്ച് കൂടിയതും. മറ്റ് ലാപ്ടോപ്പായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ബിൽഡ് ക്വാളിറ്റിയും കുറച്ചുകൂടെ ബെറ്റർ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. 3060യുടെ വേരിയന്റ് മെയിൻലി ഇതിൽ കുറച്ചുകൂടി ഹയർ TDP ഉള്ളതാണ്. സോ ഇൻ കേസ് ഹീറ്റിംഗ് നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കൂളിംഗ് പാഡ്, നല്ലൊരു കൂളിംഗ് പാഡ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂളായിട്ടുള്ള സറൗണ്ടിങ്സിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ബട്ട് 1.16 lakhs നിങ്ങൾക്ക് 8 കോർ ഉള്ള പ്രോസസറും RTX 3060 ആണ് കിട്ടുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ സ്പെക്സ് ആൻഡ് പെർഫോമൻസ് വൈസ് നല്ല ലാപ്ടോപ്പാണിത്. 8 കോർസ് ഉള്ളത് കൊണ്ട് തന്നെ ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിങ്ങിന് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം കോഴ്സ് കൂടുതലാണ്. സോ മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ 2-3 വർക്ക്സ് ഒന്നിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി നല്ലൊരു ലാപ്ടോപ്പ് ആയിരിക്കും ഇത്. നെക്സ്റ്റ് Acerന്റെ കുറച്ചുകൂടെ ഹയർ മോഡലാണ് ഞാൻ പറയുന്നത്. Acerന്റെ Ryzen 9 പ്രോസസർ ഉള്ളത്. സോ പ്രൈസ് വൈസ് അപ്രോക്സിമേറ്റ്ലി 1.37 lakhs ആണ് വരുന്നത്. Ryzen 9 ആണ് പ്രോസസർ, 5900HX ഒക്ടോകോർ പ്രോസസർ, 16 GB റാം, നമുക്ക് 32 GB വരെ എക്സ്പാൻഡ് ചെയ്യാം, 256 GB NVMe SSD, 1 TB ഹാർഡ് ഡിസ്ക് ആൻഡ് ഗ്രാഫിക്സ് കാർഡ് ഇതിൽ വരുന്നത് RTX 3070 ആണ്. ഇതെല്ലാം 1.37 lakhs. 300 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും 144 ഹെർട്സിന്റെ ആണ് ഡിസ്പ്ലേ പാനൽ. 4 സെൽ ബാറ്ററിയാണ്, 188 വാട്ട്സിന്റെ അഡാപ്റ്ററും കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഗെയിമിംഗ് ലാപ്ടോപ്സിൽ ഒരിക്കലും നിങ്ങൾ കമ്പനി പറയുന്ന ആ ഒരു ബാറ്ററി ബാക്കപ്പിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ 8 മണിക്കൂർ 10 ഇടും. ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കല്. ഗെയിം ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ ഇത്രേ കിട്ടത്തുള്ളൂ. സോ ഹെവി ഗെയിമിംഗ് അല്ലെങ്കിൽ ഹെവി വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഡയറക്റ്റ് പവർ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് 8 മണിക്കൂർ 10 മണിക്കൂർ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. സോ ഈ ലാപ്ടോപ്പ് മോസ്റ്റ്ലി ഹെവി പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്.
ലൂമിയോൺ വർക്ക്സ്, റെൻഡറിങ്, പിന്നെ ഗെയിമിങ്ങും ഇതുപോലത്തെ ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു ലാപ്ടോപ്പാണ്. 1.37 lakhs ആണ് പ്രൈസിങ് വരുന്നത്. 32 വരെ നിങ്ങൾക്ക് എക്സ്പെൻഡ് ചെയ്യാം. സോ നിങ്ങളുടെ യൂസ് അനുസരിച്ച് ഹെവി വർക്ക്സിന് വേണ്ടി നല്ലൊരു ലാപ്ടോപ്പാണിത്. ഇനി നമുക്ക് കുറച്ച് താഴോട്ട് വരാം. ഇത്രയും പറഞ്ഞതെല്ലാം കുറച്ച് ഹയർ ലെവലിലുള്ളതാണ്. നമുക്കിനി നേരെ താഴെ തുടങ്ങാം വീണ്ടും. സോ ഇവിടെ ഞാൻ പറയുന്നത് കഴിഞ്ഞ ലാപ്ടോപ്പ് വീഡിയോയിൽ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അവിടെ നിന്നാണ്. സോ Acer Aspire 7 ആണ് ഫസ്റ്റ് പറയുന്നത്. ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ല സ്പെക്സ് ഒരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ Acer Aspire 7 നോക്കാം. 45,000-48,000 ഒക്കെ ഇതിന്റെ പ്രൈസിങ് വരാറുണ്ട്. ഓഫേഴ്സും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്തോ ഓഗസ്റ്റിൽ എന്താ വരുന്നത്, ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് തോന്നുന്നല്ലേ. സോ ഫ്രീഡം സെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇൻ കേസ് ഓഫേഴ്സ് ഡീൽസ് ഉണ്ടെങ്കിൽ 48,000 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിലെ കോംപ്രമൈസിങ് ഫാക്ടർ നോക്കുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ആവറേജ് ആയിരിക്കും. ഹെവി 100% യൂസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ചെറുതായിട്ട് ഹീറ്റ് ആകാൻ ചാൻസും ഉണ്ട്. സോ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. സിമിലർ പ്രൈസ് റേഞ്ച് ആൻഡ് സിമിലർ സ്പെക്സിൽ HP Pavilion Gaming 15 നല്ല ലാപ്ടോപ്പ് തന്നെയാണ്. HP Pavilionന്റെ നമ്മൾ വേറൊരു മോഡൽ, ഈ സ്പെക് അല്ല വേറൊരു മോഡലിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മേലെ പിൻ ചെയ്ത് വെച്ചേക്കാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ Ryzen 5 3500H പ്രോസസർ, 8GB RAM, 512GB SSD, GTX 1650 4GB ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. സോ ഒരു ബേസ് ലെവൽ, അതായത് 50,000 റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലാപ്ടോപ്സ് നല്ലതാണ്. നെക്സ്റ്റ് കുറച്ചുകൂടി ബെറ്റർ വൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 59,000 60,000 റേഞ്ചിലുള്ള Lenovo IdeaPad ഗെയിമിംഗ് നോക്കാവുന്നതാണ്. ഇതിൽ കുറച്ചുകൂടി ബെറ്റർ പ്രോസസർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബെറ്റർ പ്രോസസറാണ് വരുന്നത്. Ryzen 5 4600H പ്രോസസർ, 8GB RAM, 512GB SSD, Windows 10 Home Edition, 4GB ഗ്രാഫിക്സ് കാർഡാണ്, NVIDIA GTX 1650. ഇതിന്റെ തന്നെ സ്റ്റോറേജ് വേരിയേഷൻ ഉള്ള വേറൊരു മോഡൽ അവൈലബിൾ ആണ് 63,000 റേഞ്ചിൽ. 256GB SSDയും 1TB ഹാർഡ് ഡിസ്കും ആണ് ഇതിൽ വരുന്നത്. സോ 59,000 ചേഞ്ചും 63,000 ചേഞ്ചിൽ ഈ രണ്ട് ലാപ്ടോപ്സ് 60,000 റേഞ്ചിലുള്ള ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആണ്. സോ എൻട്രി ലെവൽ ബഡ്ജറ്റ് ഗെയിമിംഗിന് ഇപ്പോൾ പറഞ്ഞ ഈ 4 ലാപ്ടോപ്സ് നല്ലതായിരിക്കും. പ്രൈസ് വൈസ്, സ്പെക്സ് വൈസ് ആൻഡ് പെർഫോമൻസ് വൈസ് അത്യാവശ്യം നല്ല ഡീസന്റ് പെർഫോമൻസ് തരുന്നതാണ്. 50,000 to 60,000 റേഞ്ച് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് മിഡ് റേഞ്ച് ആണ്. സോ ഈ റേഞ്ചിൽ കിട്ടാവുന്ന നല്ല സ്പെക്സ് ആണ് ഇതൊക്കെ. സോ ഓൾമോസ്റ്റ് 50 to 1.14-15 lakhsന്റെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഗെയിമിംഗ് ലാപ്ടോപ്സ് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ലാപ്ടോപ്സ് ആണിത്. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ എന്തൂസിയാസ്റ്റ് കാറ്റഗറി ലാപ്ടോപ്സ് നോക്കാം. ഇത് കുറച്ച് എന്താ പറയുക, ഒരു ഫാൻ ബേസ് ഉള്ള ലാപ്ടോപ്സ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇപ്പം ഞാൻ പറഞ്ഞതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റ് പക്ക പ്രൈസ് ടു പെർഫോമൻസ് ആൻഡ് സ്പെക്സ് വൈസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്സ് ആണ്. സോ ഇതൊക്കെ കുറച്ച് സ്പെക്സും പെർഫോമൻസിന്റെ കാര്യത്തിൽ നല്ല പെർഫോമൻസ് കിട്ടുന്നതാണ്. ആൻഡ് പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചൊരു ലോവർ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. ഇതെല്ലാം ഞാൻ ചൂസ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണ്. പ്രൈസും പെർഫോമൻസിന്റെ ആ ഒരു റേഷ്യോ ഈക്വൽ ആയിരിക്കണം. സോ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല പെർഫോമൻസ് കിട്ടുന്ന ലാപ്ടോപ്സ് ആണ് ഇതുവരെ പറഞ്ഞത്. ഇതിൽ എങ്ങും എക്സ്ട്രാ ക്യാഷ് സ്പെൻഡ് ആവുന്നില്ല. നമ്മൾ എന്ത് കൊടുക്കണോ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പെക്സും നല്ല പെർഫോമൻസും ആണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് എന്തൂസിയാസ്റ്റ് കാറ്റഗറി എന്ന് പറയാൻ കാരണം പലർക്കും പല പ്രിഫറൻസസ് കാണും. ചിലർക്ക് ചില മോഡൽസ് ഇഷ്ടപ്പെടത്തില്ല, ചില ബ്രാൻഡ്സ് ഇഷ്ടമില്ലാത്തവരുണ്ട്. സോ കുറച്ച് ഇതുപോലത്തെ ബ്രാൻഡ് പ്രിഫറൻസ്, ഇങ്ങനെ എന്തെങ്കിലും പ്രിഫറൻസസും കാര്യങ്ങളുണ്ട്, ബഡ്ജറ്റ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന ലാപ്ടോപ്സ് ഒരു 3-4 ലാപ്ടോപ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആവണമെന്നില്ല. സോ നേരത്തെ ഞാൻ 59,000 റേഞ്ചിന്റെ Ryzen 4600H 1650 ബേസ്ഡ് Lenovo IdeaPad ലാപ്ടോപ്പിനെ കുറിച്ച് പറഞ്ഞാണ്. സോ ഇൻ കേസ് കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റി കൂടിയത് HP Omen സീരീസ് നോക്കാവുന്നതാണ്. HP Omen സീരീസിൽ കുറച്ചുകൂടെ ബെറ്റർ ബിൽഡ് ക്വാളിറ്റിയാണ്. നേരത്തെ പറഞ്ഞ ലോവർ ബഡ്ജറ്റ് മോഡൽസിൽ നിന്ന് അല്ലെങ്കിൽ ബഡ്ജറ്റ് മോഡൽസിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബിൽഡ് ക്വാളിറ്റി കുറച്ച് കൂടുതലാണ്. പക്ഷേ സ്പെക്സ് ഏകദേശം 90% സെയിം സ്പെക്സ് തന്നെയാണ്. സെയിം പ്രോസസർ, സെയിം റാം, സെയിം മെമ്മറി. ഇതിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നത് ഗ്രാഫിക്സ് കാർഡ് 1650 Ti വേരിയന്റ് ആണ്, മറ്റേതിൽ 1650 നോർമൽ 1650 ആണ്. പെർഫോമൻസ് വൈസ് നിങ്ങൾ പ്ലേ ചെയ്യുന്ന ഗെയിം അനുസരിച്ച് ചിലപ്പം 5 to 8 FPSന്റെ ഡിഫറൻസേ വരത്തുള്ളൂ. സോ ഈ 5 to 8 FPS ഡിഫറൻസിനും കുറച്ച് ബെറ്റർ ബിൽഡ് ക്വാളിറ്റിക്കും നിങ്ങൾ 13,000 rupees എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. സോ ഇൻ കേസ് നിങ്ങൾ കുറച്ച് ബിൽഡ് ക്വാളിറ്റി നല്ലതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 70 പ്രൈസ് റേഞ്ചിൽ HP Omen സീരീസ് നോക്കാവുന്നതാണ്. ഇനി Asus Strixന്റെ ലാപ്ടോപ്സ്, പലർക്കും Asus ROG Strix ലാപ്ടോപ്സ് പ്രിഫർ ചെയ്യുന്നവരുണ്ടാകും. സോ Strix ഞാൻ അധികം റിക്കമെൻഡ് ചെയ്തിട്ടില്ല, കാരണം വേറൊന്നുമല്ല, പ്രൈസ് കുറച്ച് കൂടുതലാണ്. ലൈക്ക് നേരത്തെ പറഞ്ഞ മോഡലിന്റെ സിമിലർ സ്പെക്സ് ഉള്ളതിന് 69,000 റേഞ്ചിലാണ് സ്റ്റാർട്ട് ആകുന്നത്. 10th ജനറേഷൻ ഇന്റൽ പ്രോസസറാണ് വരുന്നത്, അതും ക്വാഡ് കോർ പ്രോസസറാണ്. 1650 Ti ആണ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. 69,000 rupees ആണ്. Asus Strixൽ ചെറിയ ഡിഫറൻസ് വരുന്നത് പാനൽ 144 Hz ആയിരിക്കും. 1650 Ti ക്വാഡ് കോർ പ്രോസസർ ആൻഡ് 8GB RAM വെച്ച് നിങ്ങൾ ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ കളിക്കുകയാണെങ്കിൽ 60-50 FPS താഴെ കിട്ടത്തുള്ളൂ. ഹൈ സെറ്റിംഗ്സിലാണ് ഞാൻ പറയുന്നത്. സോ 144 Hzന്റെ കംപ്ലീറ്റ് യൂസ് അവിടെ ആവുന്നില്ല. ഓൾസോ കുറച്ച് എക്സ്ട്രാ RGBയും കാര്യങ്ങളും Strix ലാപ്ടോപ്സിൽ കാണാവുന്നതാണ്. സോ അതിന് നിങ്ങളൊരു 10,000 to 12,000 rupees എക്സ്ട്രാ കൊടുക്കണം. അതും നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. Asus Strix ലാപ്ടോപ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ Asus Strixന്റെ ഈ മോഡൽ നോക്കാവുന്നതാണ്. ബേസ് ലെവൽ, സ്റ്റാർട്ടിംഗ് ലെവൽ ആണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് പറയാനുള്ളത് Asusന്റെ തന്നെ പുതിയ Asus ROG Zephyrus G15നെ കുറിച്ചാണ്. സോ ഈ മോഡൽ കുറച്ചുകൂടെ ഹയർ ബഡ്ജറ്റ് ഉള്ളവർക്ക് വേണ്ടി പേഴ്സണലി
റെക്കമെൻഡ് ചെയ്യുന്ന മോഡലാണ്. സ്പെഷ്യലി കുറച്ചുകൂടി എഡിറ്റിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങൾ പ്രൊഡക്ടിവിറ്റി ടാസ്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. ഈവൻ ഗെയിമിങ്ങിന് വേണ്ടിയും പെർഫെക്റ്റ് തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഇതിൽ 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ അതുകൊണ്ടാണ് എഡിറ്റിംഗ് വർക്ക്സിനും കുറച്ചുകൂടി ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഞാൻ കൂടുതൽ ഇത് റെക്കമെൻഡ് ചെയ്തത്. ഇതിൽ സ്പെക്സ് നോക്കുവാണെങ്കിൽ Ryzen 9 octa-core processor 5900HS മോഡൽ, 16GB RAM, 1TB SSD, 6GB ഗ്രാഫിക്സ് കാർഡ് RTX 3060 ആണ് വരുന്നത്. Quad HD 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. സോ പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ 1.46 lakhs അപ്രോക്സിമേറ്റ്ലി വരുന്നത്. സോ ഈ പ്രൈസ് റേഞ്ചിൽ 2K ഡിസ്പ്ലേ വരുന്നുണ്ട്, RTX 3060, ലേറ്റസ്റ്റ് 5000 സീരീസിലെ Ryzen 9 പ്രോസസറും 1TB SSD ആണ് കിട്ടുന്നത്. സോ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ 1.46 lakhsന് ബെസ്റ്റ് ഡീലാണ്, ബെസ്റ്റ് ഒരു ലാപ്ടോപ്പ് ആയിരിക്കും. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. കുറച്ചുകൂടി ഹയർ ലെവൽ ഓഫ്, ഞാൻ പറഞ്ഞ പോലെ എന്തൂസിയാസ്റ്റ് കാറ്റഗറി ഗെയിമിംഗ് ഓർ കണ്ടന്റ് ക്രിയേഷൻ എഡിറ്റിംഗിന് വേണ്ടി കുറച്ച് ഹയർ ബഡ്ജറ്റിലുള്ള നല്ല ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ Asus ROG Zephyrus G15 നല്ലൊരു മോഡലാണ്. സോ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്സ് അല്ലെങ്കിൽ ഹൈ എൻഡ് ഹൈ പെർഫോമൻസ് ലാപ്ടോപ്സിന്റെ റെക്കമെൻഡേഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഗെയിമിംഗ് എന്ന് വെച്ചാൽ നോട്ട് ഫോർ ഓൺലി ഗെയിമിംഗ്, എഡിറ്റിംഗിനും നല്ലതാണ്, റെൻഡറിംഗ് നല്ലതാണ്, ഹൈ ആൻഡ് പ്രൊഡക്ടിവിറ്റി കണ്ടന്റ് ക്രിയേഷന് വേണ്ടി നല്ല ലാപ്ടോപ്സ് ആണ് ഗെയിമിംഗ് ലാപ്ടോപ്സ്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ലാപ്ടോപ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സ് മെൻഷൻ ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.